വാളയാർ കേസിൽ CBI കുറ്റപത്രത്തിനെതിരെ ഉടൻ കോടതിയെ സമീപിക്കുമെന്ന് പെൺകുട്ടികളുടെ കുടുംബം. അഡ്വക്കേറ്റ് രാജേഷ് മേനോനെ ഇനിയെങ്കിലും പ്രോസിക്യൂട്ടറായി നിയമിക്കണം എന്ന് കുടുംബം ആവശ്യപ്പെടുന്നു. പ്രോസിക്യൂട്ടറെ മാറ്റാൻ വീണ്ടും സർക്കാരിനെ സമീപിക്കും. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. നിഖിൽ, ആ കേസ് തുടക്കം മുതൽ തന്നെ സങ്കീർണമാണ്. സങ്കീർണതകൾ, അട്ടിമറികൾ ആരോപിക്കപ്പെടുന്നു, പിന്നെയും സങ്കീർണതകൾ, അത് കുറച്ചുകൂടി കോംപ്ലക്സ് ആവുന്നു ആ കേസ്. നിഖിൽ, തീർച്ചയായിട്ടും ഹാഷ്മി, ഇന്നലെ കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു പെട്ടെന്നുണ്ടായ നീക്കം അത് വളരെ ഞെട്ടലോട് കൂടിയിട്ടാണ് ബന്ധുക്കളും അതോടൊപ്പം തന്നെ ഈ വാളയാർ നീതി സമര സമിതിയും കാണുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് CBI കുറ്റപത്രത്തിനെതിരെ ഉടൻ കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലേക്ക് കുടുംബം എത്തിച്ചേർന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് മക്കൾ പീഡിപ്പിക്കപ്പെട്ട വിവരം അറിഞ്ഞത് എന്നതാണ് കുടുംബം പറയുന്നത്. ബന്ധുവായ പ്രതി മകളോട് മോശമായി പെരുമാറിയത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവരുടെ വീട്ടിൽ കയറി തല്ലിയിരുന്നുവെന്നും കുടുംബം പറയുന്നുണ്ട്. അന്ന് നിയമവശങ്ങൾ അറിയാത്തതിനാലാണ് പരാതി നൽകാതിരുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസിൽ അഡ്വക്കേറ്റ് രാജേഷ് മേനോൻ, നേരത്തെ മധു വധക്കേസിലൊക്കെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള അഡ്വക്കേറ്റ് രാജേഷ് മേനോനെ ഇനിയെങ്കിലും പ്രോസിക്യൂട്ടറായി നിയമിക്കണമെന്ന് കുടുംബം സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. ഇരയുടെ കുടുംബത്തിന്റെ അവകാശമാണ് വിശ്വാസമുള്ള പ്രോസിക്യൂട്ടർ വേണം എന്നുള്ളത് എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. നിലവിലത്തെ പ്രോസിക്യൂട്ടർ ഫോണിൽ വിളിച്ചുപോലും വിവരങ്ങൾ തേടിയിട്ടില്ല എന്നുള്ളൊരു പരാതി കൂടി കുടുംബം പറയുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ പ്രോസിക്യൂട്ടറെ മാറ്റാൻ വീണ്ടും സർക്കാരിനെ സമീപിക്കുമെന്നുള്ളതാണ് കുടുംബം അറിയിക്കുന്നത്. എന്തായാലും ഈ കുറ്റപത്രത്തിനെതിരെ ഉടൻ കോടതിയെ സമീപിക്കാനാണ് വാളയാർ പെൺകുട്ടികളുടെ കുടുംബത്തിന്റെ തീരുമാനം. നിഖിൽ പ്രമേഷാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. വാളയാർ കേസിലെ CBI കുറ്റപത്രത്തിൽ ഇവരെ അച്ഛനെയും അമ്മയും പ്രതിയാക്കുന്നു എന്നുള്ളത് ആ കേസിനെ സംബന്ധിച്ച് അങ്ങേറ്റം ഞെട്ടിക്കുന്ന ഒരു ട്വിസ്റ്റായിരുന്നു. അതിനാണ് ഇപ്പോൾ കോടതിയെ സമീപിക്കാനുള്ള മാതാപിതാക്കളുടെ തീരുമാനം. എന്തായാലും നേരത്തെ പറയുന്നതുപോലെ ആ കേസ് അങ്ങേയറ്റം സങ്കീർണമായിരുന്നു. അത് അങ്ങേയറ്റം സങ്കീർണമായി തുടരുകയും ചെയ്യുന്നു.